IFGT, Institute of Fashion and Garment Technology, affiliated by Government of Kerala Technical Education. ലോകത്തൊരു വലിയ ടീം വർക്ക് നടക്കുന്നുണ്ട്. ആ ടീം വർക്കിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടീം വർക്ക് എന്ന് പറയുന്നത് വ്യക്തമായ അജണ്ട മുന്നിൽ വെച്ചാണ് ആ ടീം വർക്ക് മുന്നോട്ട് പോകുന്നുള്ളത്. അവർക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ലോകത്തെ പ്രമുഖരെ അവർ ചാക്കിട്ട് വെക്കും. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. എത്രയോ പണങ്ങൾ അവർക്ക് നൽകും, അധികാരങ്ങൾ അവർക്ക് നൽകും. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ പറഞ്ഞതിൽ നിന്ന് വ്യതിചലിച്ച് പോയി കഴിഞ്ഞാൽ മരണമാണ് അവർക്കുള്ള ശിക്ഷ. ഇത് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. കേരളത്തിലെ കാസർഗോഡിൽ നിന്നും പറയുന്ന കാര്യമല്ല, ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ വിഷയമാണ്. അതിനെ പല പേരുകളിൽ ആളുകൾ വിളിക്കാറുണ്ട്. നമുക്കതിനൊരു പേരൊന്നും വേണ്ട, മറിച്ച് ഇങ്ങനെ ഒരു ശക്തി ലോകത്തുണ്ട്. ആ ശക്തിയുടെ കണികകളിൽ ഒരാളായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഈ ഡൊണാൾഡ് ട്രംപ് അതിൽ നിന്നും ഇഴഞ്ഞു നീങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ ഒരു പ്രാവശ്യം നമുക്ക് മുന്നിലൊക്കെ വന്നതാണ്, ആ ശക്തികളിൽ നിന്ന്. പക്ഷേ അദ്ദേഹം ഈ നീക്കത്തിലൂടെ കൊല്ലപ്പെടുമെന്ന് പോലും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇത് എത്രത്തോളം ശരി എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അത്തരം കാഴ്ചപ്പാടിലേക്ക്, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്ന ഒരു വലിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പൊളിറ്റിക്കോ എന്ന ഒരു വെബ്സൈറ്റ് പുറത്തുവിട്ട ചില ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ വിവരങ്ങൾ ചോർത്തി നൽകുന്ന ഒരു തരം സ്റ്റിംഗ് റൈസ് എന്ന് പറയുന്ന അതീവ സുരക്ഷാ സംവിധാനത്തോടു കൂടിയുള്ള മൊബൈൽ സന്ദേശങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ സംസാരങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് വ്യക്തമായ രീതിയിൽ ചാരപ്രവൃത്തി ചെയ്യാൻ കരുത്തരായിട്ടുള്ള ആളുകളുടെ കൃത്യമായ ഒരു ചാരപ്രവൃത്തി ഡൊണാൾഡ് ട്രംപിൻ്റെ ഔദ്യോഗിക ഇടപെടലുകളിൽ നടന്നിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതായത് ട്രംപ് പോലും അറിയാതെ അമേരിക്കയിൽ ചാരപ്രവൃത്തി നടക്കുന്നുണ്ട് എന്നാണ്. 2017-ലും 2018-ലും ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ട് പോലും, വിദഗ്ധമായ ഒരു അന്വേഷണം നടത്തിയിട്ട് പോലും ട്രംപ് ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നതാണ് പൊളിറ്റിക്കോ എന്ന വെബ്സൈറ്റ് നൽകുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നാൽ ഈ വിവരങ്ങൾ എന്തുകൊണ്ട് ഇത്രത്തോളം പ്രാധാന്യത്തോട് കാണണമെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നേരത്തെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് കടന്നു പോകാൻ സാഹചര്യങ്ങളുണ്ട് എന്ന് കാണിച്ച് ചില വിവരങ്ങൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ വിവരങ്ങളോട് പരിപൂർണത പൊളിറ്റിക്കോ എന്ന വെബ്സൈറ്റ് പുറത്തുവിട്ട ഈ വിവരങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ എന്തോ ഒന്ന് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തമായ ഒന്ന് എന്താണ്? ആരാണ് ഇതിന് പിന്നിൽ? ആരാണ് ആ മഹാശക്തി? അതും ലോക പോലീസായ അമേരിക്കയെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആ ശക്തർ ആരാണ്? ഇസ്രായേലിനെതിരെയാണ് ആരോപണങ്ങൾ കടന്നു വരുന്നുള്ളത്. UN-ൽ എന്നും ഇസ്രായേലിൻ്റെ രക്ഷാകവചമാണ് അമേരിക്ക. ശക്തരാണ്, സാങ്കേതിക വിദ്യയിൽ മുന്നിട്ട് നിൽക്കുന്നു, ആയുധ വിപണിയിൽ മുന്നിട്ട് നിൽക്കുന്നു, എല്ലാം കൊണ്ടും ഒരുപാട് ഉയർന്നു നിൽക്കുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് വളരെ ചെറിയ ജനസംഖ്യയുള്ള ചെറിയ രാജ്യമായ ഇസ്രായേൽ. അത് അവരുടെ മിടുക്കുകൊണ്ട് അവർ വളർന്നതാണ്. അവരുടെ ഏറ്റവും ശക്തന്മാരായ ചാര സംഘടനയാണ് മൊസാദ്. ഈ മൊസാദ് ശക്തമായ നിരീക്ഷണം നടത്താൻ കഴിവുള്ളവരാണ്. അവർ അമേരിക്കയിലേക്ക് കടന്നു പോവില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാദം. എന്നാൽ ഈ വാദത്തെ പൊളിക്കുകയാണ് അമേരിക്കയിലെ രഹസ്യ വിഭാഗത്തിൻ്റെ തലവന്മാർ. അവര് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാണ് പൊളിറ്റിക്കോ എന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. 3ഓളം പ്രഗത്ഭന്മാരായിട്ടുള്ള രഹസ്യാന്വേഷണ വിദഗ്ധന്മാർ പറയുന്നത് ഇസ്രായേലിന് വിശദമായ ഒരു ഇടപെടൽ ഇതിലുണ്ട് എന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പൊളിറ്റിക്കോ എന്ന വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഉറ്റുനോക്കുന്ന ആ ലോകത്തെ വലിയ ശക്തി, അത് ജൂത വംശജരാണോ?
ജൂതവംശജരുടെ കൈകളിലാണോ ആ ലോകത്തെ വലിയ ശക്തിയുള്ളത്? അവരെന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു വലിയ ചാരപ്പണി നടത്തുന്നത്? അതും കൂടെ നിന്ന അമേരിക്കയുടെ അടുക്കൽ പോലും. വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹചര്യ തെളിവുകൾ ഇതിനൊക്കെ വലിയ ഉദാഹരണങ്ങളാണ് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുമ്പോൾ, അമേരിക്കയെ വേട്ടയാടാൻ പോലും കഴിവുള്ള ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ചില സ്വരങ്ങളൊക്കെ നമുക്കിടയിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ കടന്നു വരുന്നുണ്ട്. ആ വാദങ്ങളൊക്കെ ശരിയായി പോകുമോ? ആ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ല. എന്തായാലും ട്രംപിന് ഇസ്രായേൽ കൊടുക്കുന്നത് വലിയ പണിയാണ്. ട്രംപ് എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ഇങ്ങനെ ഭയന്ന് നിൽക്കുന്നത്? വ്യക്തമായ ഉത്തരങ്ങൾ ഇനിയെങ്കിലും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.